അങ്ങനെ ന്യൂ ഇയറിൻ്റെ ബഹളങ്ങളും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞു അല്ലേ? പണ്ട് എഴുതി വെച്ച ഗോൾസിനും റെസൊല്യൂഷൻസിൻ്റെയൊക്കെ നിറം കുറച്ച് മങ്ങിത്തുടങ്ങിയോ എന്നൊരു സംശയം തോന്നുന്നുണ്ടോ? ഒരു വലിയ ട്രാൻസ്ഫോർമേഷനൊന്നും കാണാത്ത പോലെ ഇത്രയും ദിവസമായിട്ടും. ഇനി ചിലർക്കാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ബാഡ് ന്യൂസ് കിട്ടിയിട്ടും ഉണ്ടാവും. ചിലപ്പോൾ എക്സാം ഫെയിൽ ആയതാവാം, ചിലപ്പോൾ ജോലി പോയതാവാം, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ സെറ്റ് ബാക്സ് ആവാം. ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ എന്താണാവോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒരു മാസമോ ഒരാഴ്ചയോ ഒരു ദിവസമോ ഒക്കെ ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് ഈ വർഷം മുഴുവൻ പോക്കാണ് എന്ന് വിചാരിക്കാൻ വരട്ടെ കേട്ടോ. സത്യം എന്താണെന്ന് വെച്ചാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിനി സമയമുണ്ട്. 1-2 ആഴ്ച ശരിയായില്ലെങ്കിൽ എന്താ, വീണ്ടും കിടക്കുന്നു 50 ആഴ്ച. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ? ഈ ബാക്കിയുള്ള സമയം എങ്ങനെ ഏറ്റവും ബെസ്റ്റാക്കി എടുക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സമയം എടുക്കും. ഇങ്ങനെ ഇടിപിടിന്ന് ഒറ്റയടിക്ക് എല്ലാം ശരിയാവാൻ കുപ്പിന്ന് അഴിച്ചുവിട്ട ഭൂതമൊന്നും അല്ലല്ലോ നമ്മൾ, മാജിക്കലി എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടാൻ. ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അതിൻ്റേതായ സമയത്തെ നടക്കൂ. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പേഷ്യൻസോടെ, അതായത് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കണം. എല്ലാം തികഞ്ഞ തമ്പുരാന് പോലും ഈ ഭൂമിയിൽ വന്നിട്ട് 30 വർഷം എടുത്തു ആദ്യത്തെ അത്ഭുതം നടത്താൻ. നമ്മുടെ ജീവിതത്തിലും ഈ വർഷം തന്നെ മിറക്കിൾസ് വിൽ ഹാപ്പൻ. പക്ഷേ പറഞ്ഞ പോലെ പേഷ്യൻസ് വേണം, ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, വെയിറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ വെയിറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണം. 100% ആത്മാർത്ഥതയോടെ നമ്മുടെ ആ ഒരു ഡ്രീംസ്, നമ്മുടെ ആ ഗോൾസിലേക്ക് നമ്മൾ പരിശ്രമിച്ചാൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് നമുക്ക് കിട്ടും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രമിക്കും തോറും നമുക്കത് കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, കൺസിസ്റ്റൻസി. കുറച്ചെങ്കിൽ കുറച്ച് എല്ലാ ദിവസവും നമ്മുടെ ആ ഡ്രീമിലേക്ക്, നമ്മുടെ ആ ഗോളിലേക്ക്, നമ്മുടെ ആ റെസൊല്യൂഷനിലേക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാനുള്ള എല്ലാ ചാൻസും നമ്മൾ 100% ഉപയോഗിക്കണം. അതിന് ഒരു മുടക്കവും വരുത്താൻ പാടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഈ വർഷം നിങ്ങളുടെ വർഷമായിരിക്കും. നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ സ്വപ്നം ഈ വർഷം തന്നെ സഫലമാവും. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഒരിക്കൽ കൂടെ.